السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉത്തമ മാതൃകയാണെന്നും എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നമുക്ക് മാതൃകയാണെന്നും അള്ളാഹു നമ്മോട് അരുളിയിരിക്കുന്നു. കഴിഞ്ഞ ഖുതുബകളിൽ ഈ വിഷയകമായി അവിടുത്തെ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് പരാമർശിച്ചിരുന്നത്. ദൈവാനുരാഗത്തെക്കുറിച്ച് പ്രതിപാദിക്കവേ അവിടുത്തെ ആരാധനയുടെ ഉന്നതമായ നിലവാരത്തെക്കുറിച്ചും വിവരിക്കുകയുണ്ടായി. ദൈവാനുരാഗത്തിന് ശേഷം തിരുമേനിയുടെ ആരാധനയെ അവിടുത്തെ വിഷയമായി എടുക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആരാധനയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ അതിൽ ഉൾപ്പെട്ടു. ഈ രണ്ട് വിഷയങ്ങളെയും വെവ്വേറെ പ്രതിപാദിക്കാൻ ആഗ്രഹിച്ചിട്ടും എനിക്കതിന് സാധിച്ചില്ല. എന്തെന്നാൽ അവ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ദൈവസ്നേഹമില്ലാതെ യഥാർത്ഥ ആരാധനയില്ല, ആരാധനയില്ലാതെ ദൈവസ്നേഹവുമില്ല. അള്ളാഹുവോട് സ്നേഹമില്ലെങ്കിൽ യഥാർത്ഥമായ ആരാധന ഒരിക്കലും സാധ്യമാകില്ല. എന്തായാലും ഇന്ന് ഞാൻ ഇത് സംബന്ധമായി വിവരിക്കുന്ന കാര്യങ്ങൾ ആരാധനയുമായി ബന്ധപ്പെട്ടവയാണെങ്കിലും അതിൻ്റെ പാരമ്യത കഴിഞ്ഞ ഖുതുബിൽ സൂചിപ്പിച്ചതുപോലെ ദൈവാനുരാഗത്തിലാണ് ചെന്നെത്തുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്തുത ദൈവാനുരക്തിയുടെ ഉന്നത നിലവാരത്തെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഖുതുബകളിൽ ഒരു സൂക്തത്തിലൂടെ ഞാൻ വിശദീകരിച്ചിരുന്നു. അള്ളാഹു അരുളുന്നു, കുൽ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, തീർച്ചയായും എൻ്റെ ആരാധനയും എൻ്റെ ബലിയും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. സൂറ അൻആം 163. ഞാൻ പറഞ്ഞതുപോലെ ഈ സൂക്തത്തിൻ്റെ വിശദീകരണം കഴിഞ്ഞ ഖുതുബകളിൽ വന്നതുകൊണ്ട് അത് വീണ്ടും വിവരിക്കേണ്ടതില്ല. തുടർന്ന് അള്ളാഹു തിരുമേനിയെക്കൊണ്ട് ഫത്തബിഊനി യുഹ്ബിക്കുമുള്ള എന്ന് പ്രഖ്യാപിക്കുകയും ആ സ്നേഹത്തിൻ്റെ ഉന്നത നിലവാരങ്ങൾ കൈവരിക്കാൻ നമ്മോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അതായത്, നിങ്ങൾ എന്നെ പിന്തുടരുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കും എന്ന് ജനങ്ങളോട് പറയാൻ അള്ളാഹു കൽപ്പിച്ചു. ഈ രീതിയിൽ പ്രഖ്യാപനം നടത്താൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുക വഴി പ്രസ്തുത നിലവാരം കരസ്ഥമാക്കാൻ യഥാർത്ഥ പരിശ്രമം നടത്തണമെന്ന് അള്ളാഹു നമ്മോട് നിർദ്ദേശിക്കുന്നു. ആരാധനയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു നമുക്ക് നിരവധി കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ഒരിടത്ത് അള്ളാഹു അരുളുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അതായത്, നിങ്ങൾ എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേട്ടുകൊള്ളുക, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ഞാൻ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ നിങ്ങളും മനസ്സിലാക്കുകയും അതിൻ്റെ കടമ നിറവേറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം കണ്ടെത്തി അള്ളാഹുവിൻ്റെ സ്നേഹം നേടാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ആരാധനയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു മറ്റൊരിടത്ത് ഇപ്രകാരം അരുളുന്നു, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാനും തഖ്വ കൈവരിക്കാനും അള്ളാഹുവിനെ ആരാധിക്കേണ്ടതും
ആരാധനയുടെ നിലവാരം ഉയർത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ് എന്ന് അള്ളാഹു അരുളുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ റുകൂ ചെയ്യുകയും സുജൂദ് ചെയ്യുകയും നിങ്ങളുടെ നാഥനെ ആരാധിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയികളായി തീരുന്നതിനു വേണ്ടി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൽപ്പനകൾ നമുക്ക് നൽകുക മാത്രമല്ല, സ്വന്തം പ്രവൃത്തിയിലൂടെ അതിൻ്റെ അത്യുന്നത മാതൃക കാണിച്ചു തരികയും ചെയ്തു. ഈ നിലവാരത്തിലേക്ക് നിങ്ങൾ സ്വയം വന്നു ചേരുമ്പോൾ മാത്രമേ അനുസരണയും അനുധാവനയും യഥാർത്ഥ നിലയിൽ പൂർത്തിയാവുകയുള്ളൂ എന്ന് ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ മാതൃകയും കൽപ്പനകളും മുൻനിർത്തി നാം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അവിടുന്ന് തൻ്റെ ഉമ്മത്തിനു വേണ്ടി നടത്തിയ പ്രാർത്ഥനകൾ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. കേവലം പ്രകടനങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ആത്മീയാനുഗ്രഹങ്ങൾ ലഭിക്കില്ല. ഏതായാലും അവിടുന്ന് നിലനാട്ടിയ മാതൃകകളിൽ നിരവധി ഞാൻ വിവരിച്ചു കഴിഞ്ഞു. ഇനിയുമുണ്ട്, ഞാൻ അവതരിപ്പിക്കാം. അവിടുന്ന് ആരാധനയ്ക്കുള്ള ഒരു അവസരവും പാഴാക്കിയിരുന്നില്ല. ഉറങ്ങുമ്പോഴും അവിടുത്തെ ഹൃദയം ആരാധനയിലായിരുന്നു. അവിടുന്ന് അരുളിയതുപോലെ, എൻ്റെ കണ്ണുകൾ ഉറങ്ങുന്നുണ്ടാവും, എന്നാൽ എൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും ആരാധനയിൽ നിന്നും അശ്രദ്ധമാകുന്നില്ല. അള്ളാഹുവിനെ സദാ മുൻനിർത്തി പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് ഉയരണമെന്നാണ് തന്നെ പിന്തുടരുന്നവരെ അവിടുന്ന് ഉപദേശിച്ചത്. തൻ്റെ ആരാധനയുടെ കാര്യത്തിൽ അവിടുന്ന് വളരെ സൂക്ഷ്മമായി സ്വയം വിലയിരുത്തിയിരുന്നു. ഇത് സംബന്ധമായി ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രത്തുന്നലുകളുള്ള ഒരു വിരിപ്പിൽ നമസ്കരിച്ചു. ആ ചിത്രങ്ങളിൽ ഒരു വേള തൻ്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ അവിടുന്ന് പറഞ്ഞു, ഈ വിരിപ്പ് അബൂ ജഹമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, പകരം ചിത്രങ്ങളില്ലാത്ത അദ്ദേഹത്തിൻ്റെ സാദാ വിരിപ്പ് എനിക്ക് കൊണ്ടുവന്ന് നൽകുക. എന്തെന്നാൽ അതെന്നെ ഇപ്പോൾ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു. അതായത് ആ വിരിപ്പിലേക്ക് ഒരു നിസ്സാര നോട്ടം പോലും പതിഞ്ഞപ്പോൾ തൻ്റെ ശ്രദ്ധ അള്ളാഹുവിൽ നിന്ന് മാറിപ്പോകുന്നത് അവിടത്തേക്ക് അസഹനീയമായിരുന്നു. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, അവിടുന്ന് അരുളി, ഞാൻ നമസ്കാരത്തിലായിരിക്കെ അതിൻ്റെ ചിത്രങ്ങൾ കാണാനിടയായി. അതെന്നെ പരീക്ഷണത്തിലാക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സയ്യിദ് സൈനുൽ ആബിദീൻ വലിയുള്ള ഷാ സാഹിബ് എഴുതുന്നു, ഈ അധ്യായത്തിൻ്റെ വിഷയം നമസ്കാര സമയത്ത് വസ്ത്രങ്ങൾ ലളിതമായിരിക്കണം എന്നതാണ്. ശ്രദ്ധ തിരിക്കുന്ന തിളക്കമോ ഡിസൈനുകളോ അതിലുണ്ടാകരുത്. മാനസികമായ ഔന്നത്യം കൈവരിക്കുന്നതോടെ മനുഷ്യൻ സ്വാഭാവികമായും ലാളിത്യത്തിലേക്ക് ആകൃഷ്ടനാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം എഴുതുന്നു, നല്ല പക്വമതികളായ ആളുകൾ ലളിതമായ നിറങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഈയിടെ നമുക്ക് കാണാം. അതേസമയം ഇക്കാലത്ത് ചിലർ നമസ്കാരത്തിനിടയിലും സ്വന്തം വസ്ത്രങ്ങളിലേക്കും അതിൻ്റെ ഇസ്തിരിയിലേക്കും ശ്രദ്ധിക്കുന്നവരുണ്ട്. പൂർണ്ണ ശ്രദ്ധ നൽകേണ്ടത് നമസ്കാരത്തിലേക്കാണ്, വസ്ത്രങ്ങളിലേക്കല്ല. അദ്ദേഹം എഴുതുന്നു, നമസ്കാരത്തിൽ പൂർണ്ണ ലയനം ആവശ്യമാണ്. അതായത് നമസ്കാരം പൂർണ്ണ ലയനത്തോടെ മനുഷ്യൻ നിർവഹിക്കുമ്പോഴേ അത് യഥാർത്ഥ നമസ്കാരമായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് നമസ്കരിക്കുന്നവൻ്റെ ചുറ്റും അവൻ്റെ ശ്രദ്ധ തിരിക്കുന്ന സകല വസ്തുക്കളെയും ഇസ്ലാം വിലക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ദൈവാരാധനയിൽ അവിടെ എത്രത്തോളം ഏകാഗ്രത ആഗ്രഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധയകറ്റുന്ന ഒരു നോട്ടം പോലും അരുത്. അതുകൊണ്ടാണ് ചിത്രങ്ങളുള്ള വസ്ത്രങ്ങളോ തിരശ്ശീലകളോ നമസ്കരിക്കുന്നവൻ്റെ മുന്നിൽ ഉണ്ടാകരുതെന്ന് വിവിധ ഹദീസുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തെന്നാൽ ഇവയെല്ലാം നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധയകറ്റാൻ കാരണമായേക്കും. അതുകൊണ്ട് അവ തടഞ്ഞിരിക്കുന്നു. നമസ്കരിക്കുമ്പോൾ ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള തിരശ്ശീലകളോ ചിത്രങ്ങളോ മുന്നിൽ ഉണ്ടാകരുതെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ്. കിബിലയുടെ ദിശയിൽ ഇത്തരം വസ്തുക്കൾ ഉണ്ടാകാൻ പാടില്ല. അവിടുത്തെ ഉന്നതമായ ആരാധനാ നിലവാരത്തെക്കുറിച്ച് മറ്റൊരു പരാമർശം കൂടി ലഭിക്കുന്നുണ്ട്. ഹസ്രത്ത് ജാഫർ ബിൻ മുഹമ്മദ് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, വീട്ടിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടക്ക എങ്ങനെയുള്ളതായിരുന്നു? അവർ പറഞ്ഞു, അത് ഈന്തപ്പനയുടെ നാരുകൾ നിറച്ച തോൽ കൊണ്ടുള്ളതായിരുന്നു. ഹസ്രത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, വീട്ടിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടക്ക എങ്ങനെയുള്ളതായിരുന്നു? അവർ പറഞ്ഞു, അതൊരു രോമപ്പുതപ്പായിരുന്നു, അതായത് മൃഗങ്ങളുടെ രോമം കൊണ്ട് ഉണ്ടാക്കിയത്. ഞാനത് രണ്ടായി മടക്കി വിരിക്കുമായിരുന്നു, അപ്പോൾ അത് അല്പം കൂടി മൃദുവാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിലായിരുന്നു ഉറങ്ങിയിരുന്നത്.
ഒരു രാത്രി ഞാൻ ചിന്തിച്ചു, ഇത് 4 മടക്കി വിരിച്ചാൽ അതിൻ്റെ മാർദ്ദവം കാരണം അവിടത്തേക്ക് കൂടുതൽ ആശ്വാസമാകുമെന്ന്. അങ്ങനെ ഞങ്ങൾ അത് 4 മടക്കി വിരിച്ചു. പ്രഭാതമായപ്പോൾ അവിടുന്ന് ചോദിച്ചു, രാത്രി നിങ്ങൾ എനിക്കായി എന്താണ് വിരിച്ചത്? ഞാൻ പറഞ്ഞു, അങ്ങയുടെ കിടക്ക തന്നെയായിരുന്നു അത്. കൂടുതൽ സുഖകരമാകാൻ ഞങ്ങൾ അത് 4 മടക്കി വിരിച്ചുവെന്ന് മാത്രം. അവിടുന്ന് അരുളി, അതിനെ പഴയതുപോലെ തന്നെ ആക്കുക, കാരണം അതിൻ്റെ അമിതമായ മാർദ്ദവം രാത്രിയിലെ നമസ്കാരത്തിന് എനിക്ക് തടസ്സമാവുകയായിരുന്നു. കിടക്കയുടെ മാർദ്ദവം അവിടുത്തെ ആരാധനയ്ക്ക് തടസ്സമാകുമായിരുന്നില്ലെങ്കിലും കിടക്ക മൃദുവായതിനാൽ അല്പം കൂടി കിടന്ന് അള്ളാഹുവിനെ ആരാധിക്കാൻ എഴുന്നേൽക്കാതിരിക്കുന്നത് പോലും അവിടുത്തേക്ക് അസഹനീയമായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ അത്യുന്നത നിലവാരം. ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് സൗദ റളിയല്ലാഹു അൻഹ അവിടുത്തെ നമസ്കാരത്തിന്റെ രീതി പ്രകാരം വിവരിക്കുന്നു. ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നമസ്കരിച്ചു. അവിടുന്ന് റുക്കൂ ദീർഘിപ്പിച്ചു. എത്രത്തോളമെന്നാൽ ദീർഘനേരം കുനിഞ്ഞു നിന്നത് കാരണം മൂക്കിൽ നിന്ന് രക്തം വരുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ എൻ്റെ മൂക്ക് പിടിച്ചുപോയി. അതായത് ദൈവത്തോടുള്ള സ്നേഹം അത്രമേൽ തീവ്രമാകുമ്പോൾ മാത്രമേ പ്രിയതമന്റെ സന്നിധി വിട്ടുപോകാൻ മനസ്സു വരാത്ത ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുകയുള്ളൂ. ഏത് പോസ്ചറാണെങ്കിലും ഏത് അവസ്ഥയാണെങ്കിലും വിലയം പ്രാപിച്ച നിലയിലായിരിക്കും അപ്പോൾ. അതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനാ നിലവാരത്തെ സംബന്ധിച്ച് മുത്തരീഫ് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമസ്കരിക്കുമ്പോൾ കരച്ചിൽ കാരണം അവിടുത്തെ നെഞ്ചിൽ നിന്ന് ഒരു നെല്ലുകുത്തിയന്ത്രം കറങ്ങുന്നത് പോലുള്ള ശബ്ദം പുറത്തു വരുമായിരുന്നു. അതായത് പൊടിയന്ത്രം അഥവാ ഗ്രൈൻഡർ പ്രവർത്തിക്കുന്നത് പോലെ. മറ്റൊരു നിവേദനത്തിൽ ഇത് തിളക്കുന്ന കലത്തിന്റെ ശബ്ദത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. വേറൊരു നിവേദനത്തിൽ ഹസ്രത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വാഹനത്തിന് പുറകിൽ ഇരിക്കുകയായിരുന്നു. എനിക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ ഇരിപ്പിടത്തിന്റെ പിൻഭാഗമാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് എന്നെ വിളിച്ചു, അല്ലയോ മുആദ് ബിൻ ജബൽ. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാനിവിടെയുണ്ട്, ഇതിന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. തുടർന്ന് അവിടുന്ന് അല്പം മുന്നോട്ട് പോയി. എന്നിട്ട് എന്നെ വിളിച്ചു, അല്ലയോ മുആദ് ബിൻ ജബൽ. ഞാൻ പറഞ്ഞു, ലബ്ബൈക് യാ റസൂലുള്ളാഹ്, ഇതിന്റെ സൗഭാഗ്യമാകുന്നു. അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി. എന്നിട്ട് വിളിച്ചു, അല്ലയോ മുആദ് ബിൻ ജബൽ. ലബ്ബൈക് യാ റസൂലുള്ളാഹ്, ഇതിന്റെ സൗഭാഗ്യമാകുന്നു. അവിടുന്ന് ചോദിച്ചു, മുആദ്, അള്ളാഹുവിൻ്റെ ദാസരുടെ മേലുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് അതറിയുക. അവിടുന്ന് അരുളി, ദാസന്മാർ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനോട് ആരെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിന് ദാസരോടുള്ള അവകാശം. തുടർന്ന് അവിടുന്ന് അല്പം മുന്നോട്ട് പോയി. എന്നിട്ട് വിളിച്ചു, അല്ലയോ മുആദ് ബിൻ ജബൽ. ഞാൻ പറഞ്ഞു, ലബ്ബൈക് യാ റസൂലുള്ളാഹ്, ഇതിൻ്റെ സൗഭാഗ്യമത്രേ. അവിടുന്ന് ചോദിച്ചു, ദാസന്മാർക്ക് അള്ളാഹുവിൻ്റെ മേലുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയാമോ? അള്ളാഹുവിൻ്റെ അവകാശമായിരുന്നു ആദ്യത്തേത്. ഇനി ദാസരുടെ അവകാശമാണ്, അതായത് ആരാധന നിർവഹിക്കുന്ന ദാസരായി തീർന്നാൽ. ഞാൻ പറഞ്ഞു, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് അതറിയുക. അവിടുന്ന് അരുളി, അവൻ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് ആ അവകാശം. എന്ന് വച്ചാൽ അള്ളാഹു ദാസരെ ശിക്ഷിക്കാതിരിക്കുക. അതായത് അവിടുന്ന് സ്വന്തം നിലയിൽ ഉന്നത മാതൃകകൾ സ്ഥാപിക്കുക മാത്രമല്ല, നാം ഇത്തരം നിലവാരങ്ങൾ കൈവരിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ഇപ്രകാരം പ്രവർത്തിക്കുന്ന പക്ഷം നിങ്ങളും ദൈവസ്നേഹം കരസ്ഥമാക്കുന്നവരും ദൈവശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നവരായി തീരുമെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരിടത്ത് അരുളുന്നു, വിശുദ്ധ ഖുർആൻ പ്രചരിപ്പിക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു. അതുപോലെ തന്നെ സുന്നത്ത് നിലനിർത്താനും നിയോഗിക്കപ്പെട്ടവനായിരുന്നു അവിടുന്ന്. ഖുർആനെ പോലെ തന്നെ കണ്ണിമുറിയാതെ തുടർന്നു പോരുന്ന അവിടുത്തെ തിരുചര്യകളും ദൃഢജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. തിരുമേനിയോളം എത്തുകയും അവിടുത്തെ പ്രവൃത്തിയിലൂടെ സ്ഥിരീകരിക്കപ്പെടുകയും നിവേദക പരമ്പരയിലൂടെ കൈമാറി വന്നതുമായ ചര്യകൾ. ഈ 2 സേവനങ്ങളും അവിടുന്ന് സ്വന്തം കൈകളാൽ നിർവഹിക്കുകയും അവ രണ്ടും തൻ്റെ കടമയായി കരുതുകയും ചെയ്തു. നമസ്കരിക്കാൻ കൽപ്പന വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ആ വചനത്തെ അവിടുന്ന് തൻ്റെ പ്രവൃത്തിയിലൂടെ വിശദീകരിച്ചു നൽകി. ഫജ്ർ നമസ്കാരത്തിലും
മഗ്രിബ് നമസ്കാരത്തിലും അതുപോലെ മറ്റു നമസ്കാരങ്ങളിലും ഇത്ര റക്കാത്തുകൾ ഉണ്ടെന്ന് പ്രായോഗികമായി കാണിച്ചു തന്നു. അതുപോലെ ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ആയിരക്കണക്കിന് സഹാബികളെ കൊണ്ട് അത് ചെയ്യിക്കുകയും വഴി ആ ചര്യയെ ശക്തമായി സ്ഥാപിക്കുകയും ചെയ്തു. അവിടുന്ന് സ്വയം പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അത് നിലനിർത്തുകയും ചെയ്തു. ആകയാൽ ഉമ്മത്തിൽ ഇന്നോളം നിലനിൽക്കുന്നതും അനുഭവികമായതുമായ ഈ പ്രായോഗിക മാതൃകയെയാണ് സുന്നത്ത് എന്ന് വിളിക്കുന്നത്. അവിടുന്ന് എഴുതുന്നു, എന്നാൽ ഹദീസുകൾ അവിടുത്തെ സാന്നിധ്യത്തിൽ എഴുതപ്പെട്ടവയോ അവ ശേഖരിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തവയോ ആയിരുന്നില്ല. സുന്നത്തും ഹദീസും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അവിടുന്ന് വിവരിക്കുമായിരുന്നു. അവിടുന്ന് അരുളി, സുന്നത്തിനാണ് മുൻഗണന, ഹദീസിന്റെ സ്ഥാനം അതിനുശേഷമാണ്. ഖുർആനും സുന്നത്തിനും വിരുദ്ധമല്ലാത്ത ഹദീസുകൾ സ്വീകാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആരാധനാ നിലവാരത്തെ പ്രകീർത്തിക്കുന്നതോടൊപ്പം അവിടുന്ന് ഇതെല്ലാം പ്രവർത്തിച്ചു കാണിക്കുകയും തൻ്റെ അനുയായികളോട് അത് പിന്തുടരാൻ ഉപദേശിക്കുകയും അവരെ കൊണ്ട് അത് ചെയ്യിക്കുകയും ചെയ്തുവെന്നും വാഗ്ദത്ത് മസീഹ് അലൈഹിസ്സലാം അരുളുകയുണ്ടായി. ആകയാൽ ഈ സുന്നത്താണ് ഇന്ന് നമ്മിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. സ്വഹാബികളിലൂടെ ഇന്നും നമ്മിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ആ സുന്നത്ത് അവിടുത്തെ ശിക്ഷണ യത്നങ്ങളുടെ ഫലമാണ്. അവിടുന്ന് സ്വഹാബികൾക്ക് എത്രത്തോളം ഉന്നതമായ ശിക്ഷണം നൽകിയെന്നാൽ അവരുടെ ആരാധനാ നിലവാരവും ദൈവസ്നേഹവും ഉന്നത വിഹായസുകൾ പ്രാപിച്ചുകൊണ്ടേ പോവുകയാണ് ഉണ്ടായത്. അവിടുന്ന് സ്ഥാപിച്ച് കാണിക്കുകയും സ്വഹാബികൾ ഏറ്റെടുക്കുകയും ചെയ്ത മാതൃകയാണിത്. നമുക്കുള്ള കൽപ്പനയും അതുതന്നെയാണ്. അവിടുന്ന് തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് വളരെയധികം ഉപദേശിക്കുമായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് തലാനുഹു ഇതിന്റെ വിശദീകരണത്തിൽ എഴുതുന്നു, ഈ ആഴ്ചിക നമസ്കാരങ്ങളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എത്ര ശ്രദ്ധാലുവായിരുന്നുവെന്നാൽ അവ ഒരാഴ്ചിക കർമ്മമായിരുന്നിട്ടും രാത്രിയിൽ അവിടുന്ന് നടന്നു നോക്കുമായിരുന്നു ഏതൊക്കെ സ്വഹാബികളാണ് ഈ നമസ്കാരം നിർവഹിക്കുന്നതെന്ന്. അതായത് നഗരത്തിലെ തെരുവീഥികളിലൂടെ നടന്ന് എവിടെ നിന്നാണ് നമസ്കാരത്തിന്റെ ശബ്ദം കേൾക്കുന്നതെന്നും ആരൊക്കെ തഹജ്ജുദിനായി എഴുന്നേറ്റിട്ടുണ്ടെന്നും ആരാണ് തഹജ്ജുദ് നിർവഹിക്കാത്തതെന്നും അവിടുന്ന് പരിശോധിക്കുമായിരുന്നു. ചുരുക്കത്തിൽ തൻ്റെ അനുയായികളിൽ ആരൊക്കെ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടെന്ന് അവിടുന്ന് വിലയിരുത്തുമായിരുന്നു. ഇക്കാലത്ത് ഒരാളോട് നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കുകയോ പള്ളിയിൽ വന്ന് നമസ്കരിക്കണമെന്ന് നിർദ്ദേശിക്കുകയോ എത്ര നമസ്കാരങ്ങളാണ് പള്ളിയിൽ വന്ന് നിർവഹിക്കുന്നതെന്ന് ചോദിക്കുകയോ ചെയ്താൽ ആളുകൾ അതിന് ആക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങുന്നു. ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്, ചോദിക്കാൻ നിങ്ങളാരാണ്, ജമാഅത്തിന് ഇത് അന്വേഷിക്കേണ്ട ആവശ്യമെന്ത്, ഇത് ഞങ്ങളും അള്ളാഹും തമ്മിലുള്ള കാര്യമാണ് എന്നാണ് പലരുടെയും വാദം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാകട്ടെ തഹജ്ജുദ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും ഇത്തരത്തിൽ പരിശോധന നടത്തുമായിരുന്നു. ഒരിക്കൽ അവിടുത്തെ സദസ്സിൽ ഹസ്രത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹം വളരെ നല്ല വ്യക്തിയാണെന്നും ഇന്ന ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്നും പരാമർശമുണ്ടായി. അവിടുന്ന് അരുളി, അതെ, അദ്ദേഹം നല്ല മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹം തഹജ്ജുദ് നമസ്കരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരുന്നു. യുവാവായിരുന്ന അബ്ദുല്ലാഹ് ബിൻ ഉമർ അന്ന് തഹജ്ജുദിന്റെ കാര്യത്തിൽ അല്പം അശ്രദ്ധ കാണിച്ചിരുന്നതിനാലാണ് അവിടുന്ന് അപ്രകാരം ശ്രദ്ധ ക്ഷണിച്ചത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുകയും തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയും ചെയ്യുന്ന ഭർത്താവിനോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. അവൾ ഉണരുന്നില്ലെങ്കിൽ അവളുടെ മുഖത്ത് വെള്ളം തളിച്ച് അവിടുന്ന് അവളെ ഉണർത്തട്ടെ. അതുപോലെ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുകയും ഭർത്താവിനെ വിളിച്ചുണർത്തുകയും ചെയ്യുന്ന ഭാര്യയോടും അള്ളാഹു കരുണ കാണിക്കട്ടെ. അദ്ദേഹം ഉണരുന്നില്ലെങ്കിൽ മുഖത്ത് വെള്ളം തളിച്ച് അവൾ അദ്ദേഹത്തെ ഉണർത്തട്ടെ. നോക്കൂ, ഒരു വശത്ത് ഭാര്യ ഭർത്താവിനെ ആദരിക്കേണ്ടത് അങ്ങേയറ്റം അനിവാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറുവശത്ത് തഹജ്ജുദിന് ഭർത്താവിന്റെ മുഖത്ത് വെള്ളം തളിച്ച് ഉണർത്തേണ്ടി വന്നാലും അവിടുന്ന് അനുവദനീയമാക്കുന്നു. തഹജ്ജുദ് നമസ്കാരത്തിന് അവിടുന്ന് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. രാത്രി എഴുന്നേൽക്കുന്നത് മനസ്സിനെ നേരെയാക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് 2 റക്അത്താണെങ്കിൽ പോലും തഹജ്ജുദ് നിർവഹിക്കണമെന്ന് അവിടുന്ന് സ്വഹാബികളോട് കൽപ്പിച്ചത്. രാവിന്റെ അന്ത്യയാമങ്ങളിൽ അള്ളാഹു തന്റെ ദാസന്മാരോട് അങ്ങേയറ്റം അടുക്കുന്നുവെന്നും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നുവെന്നും ഹദീസുകളിൽ തെളിയുന്നു. ആകയാൽ തഹജ്ജുദ് അനുഷ്ഠിക്കുക എന്നത് അങ്ങേയറ്റം അനിവാര്യവും പ്രയോജനപ്രദവും അത്രേ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് മനുഷ്യൻ മോക്ഷം ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അള്ളാഹുവിനെ ഏറ്റവും അധികം അനുസരിക്കുകയും ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും
സ്വന്തം കർമ്മങ്ങളിൽ മാത്രം വിശ്വസിച്ചിരുന്നില്ല. ഹദീസിൽ വന്നിരിക്കുന്നു, കഴിഞ്ഞ ഖുതുബിൽ ഞാൻ പറഞ്ഞതുപോലെ, അങ്ങ് സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകുമല്ലോ എന്ന് സഹാബാക്കളും ഹസ്രത്ത് ആയിഷയും പറഞ്ഞപ്പോൾ, ഇല്ല ആയിഷ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാണ് അവിടുന്ന് അരുളിയത്. അതുകൊണ്ട് ഓരോ ശ്വാസവും ഓരോ ചലനവും ആരാധനയായിരുന്ന, ഉറക്കവും ഉണർച്ചയും ഇബാദത്തായി ഗണിക്കപ്പെട്ടിരുന്ന, ഓരോ അനക്കമനക്കവും ദൈവസ്മരണയായിരുന്ന, അവിടുത്തെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതും ഭാര്യമാരുടെ സന്നിധിയിൽ പോകുന്നതുപോലും ആരാധനയായി മാറിയിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പോലെ ഒരു മഹാനായ മനുഷ്യൻ, ഞാൻ എൻ്റെ കർമ്മങ്ങൾ കൊണ്ടല്ല മറിച്ച് അള്ളാഹുവിൻ്റെ കൃപ കൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ, സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് സ്വർഗാവകാശിയാകുമെന്ന് അവകാശപ്പെടാൻ മറ്റാർക്കാണ് കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഓരോ പ്രവൃത്തിയും എങ്ങനെയാണ് ആരാധനയിൽ ഉൾപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. കാരണം അവിടുത്തെ ഓരോ അവസ്ഥയും ആരാധനയായിരുന്നുവെന്ന് അള്ളാഹു തന്നെ അറിയിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ ഓരോ ചലനവും എങ്ങനെ ആരാധനയാകുമെന്ന് അറിവില്ലാത്തവർക്ക് തോന്നിയേക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഓരോ പ്രവൃത്തിയും ആരാധനയായിരുന്നു എന്നത് തികച്ചും സത്യമായ കാര്യമാണ്. അതെ, തിരുമേനിയെ ഒഴിച്ച് മറ്റൊരാളുടെയും എല്ലാ പ്രവൃത്തികളും ആരാധനയാകില്ല. അവിടുന്ന് ഉത്തമ മാതൃക ആയതിനാൽ അവിടുത്തെ ഓരോ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയുള്ളതായിരുന്നു. ദൈവപ്രീതിക്കായി ചെയ്യുന്ന ഏതൊരു കാര്യവും ആരാധനയായി മാറുന്നു. മറ്റൊരാളുടെ എല്ലാ പ്രവൃത്തികളും ആരാധനയായി മാറുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെക്കുറിച്ച് അള്ളാഹു അരുളി, ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അതായത് അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ഓരോ പ്രവൃത്തിയിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതായത് ഏത് പ്രവൃത്തിയാണ് അനുവദനീയമെന്നും ഏതാണ് അവിഹിതമെന്നും ഏതാണ് ഉത്തമമെന്നും ഏതാണ് അധമമെന്നും ഏതാണ് ഹലാലെന്നും ഏതാണ് ഹറാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്വന്തം പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഓരോ പ്രവൃത്തിയും ഒരു വിവരണമാണ്, ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഉദാഹരണത്തിന്, അവിടുത്തെ നമസ്കാരം അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയുടെ പാലനം മാത്രമായിരുന്നു. മറിച്ച് ഇതൊക്കെയാണ് ഫർള്, ഇതൊക്കെയാണ് സുന്നത്ത്, ഇതൊക്കെയാണ് നവാഫിൽ എന്നൊക്കെ ഒരു വിളംബരം കൂടിയായിരുന്നു. ഇവ അനുഷ്ഠിക്കുക എന്നത് ദൈവസാമീപ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അവിടുത്തെ ഭക്ഷണം കഴിക്കൽ എന്നത് അവിടുന്ന് കഴിക്കുന്ന വസ്തുക്കൾ ഹലാലാണെന്നതിൻ്റെയും അവിടുന്ന് ഉപേക്ഷിക്കുന്നവ കഴിക്കാൻ യോഗ്യമല്ല എന്നതിൻ്റെയും വിളംബരമായിരുന്നു. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രവൃത്തിയും ജനങ്ങൾക്ക് മാതൃകയായി നിശ്ചയിക്കപ്പെട്ടതുകൊണ്ട് അവിടുന്ന് അനുവദനീയമാക്കിയതും ഉപയോഗിച്ചതുമായ കാര്യങ്ങൾ ആരാധനയായി മാറി. അതുപോലെ അവിടുന്ന് തടഞ്ഞതും ഉപയോഗിക്കാതിരുന്നതുമായ കാര്യങ്ങളും ആരാധനയുടെ ഭാഗമായി തീർന്നു. ചുരുക്കത്തിൽ അവിടുത്തെ ഓരോ പ്രവൃത്തിയും ആരാധനയായിരുന്നു. കാരണം അത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിരുന്നു. ഇതിനൊരു ഉദാഹരണം പറയാം. ഒരാൾ അസർ നമസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് ചോദിച്ചു. സാധാരണഗതിയിൽ നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുന്നതാണ് ഉത്തമം. എന്നാൽ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം വളരെയധികം വൈകിപ്പിച്ചു. നമസ്കാരത്തിന് അവിടുന്ന് ഇപ്രകാരം കാലതാമസം വരുത്തിയതും ഒരു ആരാധനയായിരുന്നു. എന്തുകൊണ്ട്? കാരണം ഏതെങ്കിലും കാരണവശാൽ ഒരാൾക്ക് ആദ്യ സമയത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവസാന സമയം കഴിയുന്നതിന് മുമ്പ് നമസ്കരിച്ചാലും അത് സ്വീകാര്യമാകുമെന്ന പാഠം അവിടുന്ന് നൽകുകയായിരുന്നു. അവിടുത്തെ ഫർളുകളും വാജിബാത്തുകളും നവാഫിലുകളും സുന്നത്തുകളുമെല്ലാം ദൈവാരാധനയാണെന്ന വിളംബരങ്ങളായിരുന്നു. ഇത്രയൊക്കെയായിട്ടും അവിടുന്ന് അരുളുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നാണ്. അവിടുത്തെ ഓരോ അവസ്ഥയും ആരാധനയാണെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടും താൻ ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നാണ് അവിടുന്ന് അരുളിയത്. എങ്കിൽ വളരെ കുറഞ്ഞ കർമ്മങ്ങൾ മാത്രം കൈവശമുള്ള നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ കഴിയുക? ദൈവിക കൃപ എത്രത്തോളം അനിവാര്യമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ദൈവികാനുഗ്രഹവും അനിവാര്യം തന്നെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ കൃപ എന്നത് കേവലമായ അവകാശവാദം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല. അത് നേടിയെടുക്കാനും ചില കാര്യങ്ങൾ ആവശ്യമാണ്. വിശ്വാസമുണ്ടെന്ന വെറും വാക്കുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അതിന് കർമ്മം ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പിന്തുടരാനുള്ള പരിശ്രമം, ആരാധനയുടെ നിലവാരം ഉയർത്താനുള്ള പരിശ്രമം, അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കാനുള്ള പരിശ്രമം, ഇവയാണ് വേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദൈവസ്നേഹമില്ലാതെ യഥാർത്ഥ ആരാധനയില്ല, ആരാധനയില്ലാതെ ദൈവസ്നേഹവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച്
ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തൻ്റെ തഫ്സീറിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഞാൻ എൻ്റെ വാക്കുകളിലും വിവരിക്കാം, എങ്കിലും സാരം അദ്ദേഹത്തിൻ്റെ വചനങ്ങളിൽ നിന്നെടുത്തതാണ്. പ്രാർത്ഥിക്കുന്നവർ അനേകമുണ്ട്, പക്ഷെ അവരുടെ കണ്ണുകളോ ഹൃദയമോ തലച്ചോറോ നെഞ്ചോ ആ പ്രാർത്ഥനയെ പിന്തുണയ്ക്കുന്നില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, എന്നാൽ അവരുടെ കണ്ണുകൾ മറ്റെവിടെയോ ആയിരിക്കും, ഹൃദയം മറ്റെന്തെങ്കിലോ മുഴുകിയിരിക്കും, തലച്ചോറ് ചിന്തകളിൽ അലഞ്ഞു നടക്കും. അവരുടെ നെഞ്ചിൽ അള്ളാഹുവിനോടുണ്ടാകേണ്ട ആ ആഴമേറിയ സ്നേഹമുണ്ടായിരിക്കില്ല. ഇതിൻ്റെ ഫലമോ ഈ കാര്യങ്ങളൊന്നും പ്രാർത്ഥനയ്ക്കൊപ്പം പോകാത്തതുകൊണ്ട്, പിന്താങ്ങാത്തതുകൊണ്ട് ആ പ്രാർത്ഥന വെറുമൊരു ബാഹ്യപ്രകടനം മാത്രമായി മാറുന്നു. അവരുടെ കണ്ണുകൾ ഈറനണിയുന്നില്ല, ഹൃദയം ഉരുകുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾ നനയേണ്ടതുണ്ട്, ഹൃദയം ഉരുകേണ്ടതുണ്ട്, ബുദ്ധി ഏകാഗ്രമായി അള്ളാഹുവിലേക്ക് തിരിയേണ്ടതുണ്ട്. നെഞ്ച് ആവേശത്താൽ തിളച്ചു മറിയുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥന പൊടിപടലങ്ങൾ കാറ്റിൽ പറന്നുപോകുന്നത് പോലെ അന്തരീക്ഷത്തിൽ ഇല്ലാതായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയേക്കാൾ സ്വതന്ത്രനും അന്തസ്സുള്ളവനുമായി മറ്റാരാണുള്ളത്? എന്നാൽ അവിടുത്തെക്കുറിച്ച് വിവരിക്കപ്പെടുന്നത് ഇപ്രകാരമാണ്: അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തിളക്കുന്ന കലത്തിൽ നിന്നെന്ന പോലെ അവിടുത്തെ നെഞ്ചിൽ നിന്ന് ശബ്ദം പുറത്തു വരുമായിരുന്നു. അവിടുന്ന് അത്രമേൽ വിങ്ങിക്കരയുമായിരുന്നു. അവിടുത്തെ പരിശുദ്ധമായ താടിമുടികൾ കണ്ണുനീരുകൊണ്ട് കുതിർന്നു പോകുമായിരുന്നു. എന്നാൽ പല ആളുകളും തങ്ങളുടെ സ്വഭാവമനുസരിച്ച് ദൈവത്തോടു പോലും അഹങ്കാരം കാണിക്കുന്നു. പ്രാർത്ഥനയിൽ കരയുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. നമസ്കാരങ്ങൾ വികാരസാന്ദ്രമാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിനായി മനുഷ്യൻ പരിശ്രമിക്കണം. ഇതിനായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രതിവിധി നിർദ്ദേശിച്ചിട്ടുണ്ട്. കരയുന്നത് പോലെയുള്ള ഒരു മുഖഭാവം സ്വയം ഉണ്ടാക്കിയെടുക്കുക. ആ ബാഹ്യരൂപം പോലും ഹൃദയത്തെ സ്വാധീനിക്കുകയും അങ്ങനെ മനുഷ്യന് കരച്ചിൽ വരികയും ചെയ്യും. തൻ്റെ ആരാധനയുടെ നിലവാരം ഇതാണെന്നും താൻ ദൈവത്തോട് നന്ദി കാണിക്കുന്നവനാണെന്നും ദൈവിക കൃപ ഉണ്ടെങ്കിലേ തനിക്ക് രക്ഷയുള്ളൂ എന്നും ആ കൃപ നേടിയെടുക്കാനായി താൻ ആരാധനകൾ നിർവഹിക്കുന്നുവെന്നും അള്ളാഹു നിരാശ്രനായതിനാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നുവെന്നും ഞാൻ നന്ദി കാണിക്കുന്നില്ലെങ്കിൽ അള്ളാഹു എന്നോട് എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ലെന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്. സകല പുണ്യവാന്മാരുടെയും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള ഒരു മനുഷ്യനു പോലും സൽക്കർമ്മങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ വിടുതൽ ലഭിക്കാനാണ്? ഞങ്ങൾക്ക് കർമ്മങ്ങൾ ആവശ്യമില്ല, അള്ളാഹു പുറത്തു തരുമെന്ന് അവർക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇത് സത്യവിശ്വാസികളുടെ വാക്കുകളല്ല, മറിച്ച് അവിശ്വാസികളുടേതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവസ്മരണയും നമുക്കൊരു സുന്നത്തത്രേ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുള്ള ദൈവസ്മരണയെക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഒരു ഖുതുബയിൽ ഇപ്രകാരം വിവരിക്കുകയുണ്ടായി. ഉറങ്ങുന്ന നേരത്ത് നിർവഹിക്കേണ്ട ദിക്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ നേരത്ത് ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ഖുർആനിലെ അവസാന 3 സൂറത്തുകളാണിവ, എന്നിവ 3 തവണ പാരായണം ചെയ്ത് കൈകളിൽ ഊതുകയും തുടർന്ന് കൈകൾ ശരീരമാസകലം തടവുകയും ചെയ്യുമായിരുന്നു. തലയിൽ നിന്ന് ആരംഭിച്ച് ശരീരത്തിൽ എവിടെയൊക്കെ കൈകളെത്തുമോ അവിടെയെല്ലാം അവിടുന്ന് തടവുമായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണ്. ഒരു മതകർമ്മമെന്ന നിലയിൽ അവിടുന്ന് പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളെയാണ് സുന്നത്ത് എന്ന് വിളിക്കുന്നത്. രാത്രിയിൽ ഈ സൂക്തങ്ങൾ ഓതുന്നത് അവിടുത്തെ പതിവായിരുന്നതിനാൽ, അതായത് ആയത്തുൽ കുർസിയും അവസാന 3 സൂറത്തുകളും ചൊല്ലുന്നത്, ഓരോ മുസ്ലിമും ഈ സുന്നത്ത് പാലിക്കാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും പരിശ്രമിക്കേണ്ടതാണ്. ഇതത്ര പ്രധാനമല്ലെന്നും ഇത് ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകില്ലല്ലോ എന്നും കരുതി ഈ സ്മരണകളെ ഉപേക്ഷിക്കരുത്. അതേസമയം ഈ സ്മരണകൾ, ഈ ദിക്റുകൾ മാത്രം സ്വർഗത്തിൽ എത്തിക്കാൻ മതിയാകുമെന്നും മറ്റു കർമ്മങ്ങൾ ആവശ്യമില്ലെന്നും കരുതരുത്. നിർബന്ധ കർമ്മങ്ങൾ പൂർത്തിയാക്കിയേ തീരൂ. ചില ആളുകൾ എനിക്ക് കത്തുകൾ എഴുതാറുണ്ട്. ഞങ്ങളിൽ നന്മകൾ സംജാതമാകാനും പാപങ്ങൾ നീങ്ങാനും കാര്യങ്ങൾ എളുപ്പമാകാനും ദൈവസാമീപ്യം ലഭിക്കാനുമായി ചെറിയ വല്ല പ്രാർത്ഥനയോ ദിക്റോ പറഞ്ഞു തരാമോ എന്നവർ ചോദിക്കാറുണ്ട്. ഇതിൽ ആദ്യത്തെ കാര്യം ആരാധനയാണ്, അതായത് നിർബന്ധ നമസ്കാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം നവാഫിലുകളും നിർവഹിച്ചിരുന്നു. അതുകൊണ്ട് നമസ്കാരങ്ങളിലൂടെ ദൈവസമക്ഷം ഹാജരാകാനുള്ള ഉന്നത നിലവാരം ആദ്യം കൈവരിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നവാഫിലുകളുടെയും ദിക്റുകളുടെയും സ്ഥാനം. ദൈവസ്മരണ മനുഷ്യനെ കൂടുതൽ നന്മകളിലേക്ക് നയിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ ഉത്തമ സ്വഭാവവും
സൽക്രമങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഉന്നത ധാർമ്മിക ഗുണങ്ങൾ മനുഷ്യൻ സ്വായത്തമാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാനും പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനും അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനയും പാലിക്കേണ്ടത് അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എങ്ങനെ പ്രവർത്തിച്ചു കാണിച്ചു തന്നോ അതുപോലെയാകണം നമ്മുടെയും പ്രവർത്തനം. അവിടുത്തെ പൂർണ്ണമായ സുന്നത്തിനെ പിന്തുടരാൻ നാം പരിശ്രമിക്കണം. അവിടുത്തെ സുന്നത്തിനെ പൂർണ്ണമായി പിന്തുടരാൻ നാം പരിശ്രമിക്കണം. ദൈവസ്മരണയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. അതായത് അത് ഉപേക്ഷിച്ചാൽ നരകത്തിൽ പോകുമെന്നോ അല്ലെങ്കിൽ ആ സ്മരണ മാത്രം നമ്മെ സ്വർഗത്തിലെത്തിക്കുമെന്നോ അതുമാത്രം മതി നമ്മുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാമെന്നോ എന്നൊന്നും കരുതരുത്. കർമ്മങ്ങൾ എന്തായാലും അത്യാവശ്യമാണ്. നിർബന്ധ കടമകളും അത്യാവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെപ്പോലെ ഒരു മഹാൻ തൻ്റെ ആത്മീയ പുരോഗതിക്കായി ഈ ദിക്റുകളെ അവലംബിച്ചിരുന്നുവെങ്കിൽ നമുക്കെങ്ങനെയാണ് ഇത്തരം ദിക്റുകളുടെ ആവശ്യമില്ലെന്ന് പറയാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിരുന്നു ഉറങ്ങാൻ നേരത്ത് ആയത്തുൽ കുർസിയും 3 കുലുകളും അവസാനത്തെ 3 സൂറത്തുകൾ 3 തവണ പാരായണം ചെയ്യുക എന്നത്. മുമ്പ് വിവരിച്ചതുപോലെ അവ പാരായണം ചെയ്ത് കൈകളിൽ ഊതി ശരീരത്തിൽ തടവുക എന്നത് അവിടുത്തെ പതിവായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങളിലേക്ക് വളരെ വിശദമായി ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിടത്ത് എഴുതി, മതനേതാക്കളായിരിക്കുന്നവർക്ക് തങ്ങളുടെ ആരാധനകളും സിക്റുകളും മറ്റുള്ളവരെക്കാൾ അധികമായിരിക്കണം എന്ന ചിന്തയുണ്ടാകാറുണ്ട്. മതപണ്ഡിതന്മാരെന്നും മതസംഘടനകളുടെ നേതാക്കളെന്നും അവകാശപ്പെടുന്ന ചിലർ തങ്ങൾ മറ്റുള്ളവരെക്കാൾ വലിയ ആരാധകരാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം അഭിനയിക്കാറുണ്ട്. ജനങ്ങൾ തങ്ങളെ വലിയ പുണ്യവാന്മാരായി കരുതാൻ വേണ്ടിയാണത്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളും ഇതേ രീതി പിന്തുടരുന്നു. പള്ളി ഇമാമുമാരും സംഘടനാ നേതാക്കളും കയ്യിൽ തസ്ബീഹ് മാലകൾ പിടിക്കുകയും തങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണെന്ന് കരുതി അവർ ബാഹ്യമായി അഭിനയിക്കുന്നു. മുസ്ലിങ്ങൾക്കിടയിലും മുസ്ലിം നേതാക്കൾക്കിടയിലും ഗോത്രവർഗ ആചാരങ്ങളിലും ഇത്തരം രീതികൾ കാണാം. മുസ്ലിങ്ങളുടെ കാര്യം നോക്കിയാൽ തങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കാൻ വുദു ചെയ്യുമ്പോൾ അവയവങ്ങൾ ദീർഘനേരം കഴുകുകയും വുദു ചെയ്യുമ്പോൾ വീഴുന്ന വെള്ളത്തുള്ളികൾ ശരീരത്തിൽ പതിക്കരുതെന്നും അത് അശുദ്ധി ഉണ്ടാക്കുമെന്നും വരെ അവർ പറഞ്ഞു വെക്കുന്നു. ദീർഘനേരം റുക്കുവും സുജൂദും ചെയ്തും മുഖഭാവത്തിലൂടെ ഭക്തിയും വിനയവും പ്രകടിപ്പിച്ചും അവർ ആളുകളെ കാണിക്കാൻ ശ്രമിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ അത് വേറെ കാര്യം. എന്നാൽ മിക്കവാറും ഇത് ലോകത്തെ കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. ജനങ്ങളുടെ മുന്നിൽ വെച്ച് അവർ വലിയ പ്രാർത്ഥനകൾ ഓതുകയും കയ്യിൽ തസ്ബീഹുമായി ദൈവസ്മരണയിലാണെന്ന് ഭാവിക്കുകയും ചെയ്യുന്നു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ദൈവഭയമുള്ളവനും സൂക്ഷ്മതയുള്ളവനുമായിരുന്നു. അവിടുത്തോളം ദൈവഭയം മറ്റൊരു മനുഷ്യരും ഉണ്ടാവില്ല. എന്നിട്ടും ഇത്തരം കാര്യങ്ങളിലെല്ലാം അവിടുന്ന് അങ്ങേയറ്റം ലളിതനായിരുന്നു. അവിടുത്തെ ജീവിതം ഇത്തരം കൃത്രിമത്വങ്ങളിൽ നിന്നും നാട്യങ്ങളിൽ നിന്നും തികച്ചും മുക്തമായിരുന്നു. ഹസ്രത്ത് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ചിലപ്പോൾ ഞാൻ ദീർഘമായി നമസ്കരിക്കണമെന്ന ഉദ്ദേശത്തോടെ നിൽക്കാറുണ്ട്. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉമ്മയെ പ്രയാസത്തിലാക്കേണ്ട എന്ന് കരുതി ഞാൻ നമസ്കാരം ചുരുക്കുന്നു. എത്ര ലളിതമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് താൻ നമസ്കാരത്തിൽ വേഗത കൂട്ടാറുണ്ട് എന്ന്. ഇന്നത്തെ കാലത്തെ പല സൂഫികളും അത്തരമൊരു കാര്യം പറയുന്നത് തങ്ങൾക്ക് ലഭിക്കേണ്ട അന്തസ്സിന് കുറവാണെന്ന് കരുതിയേക്കാം. നമസ്കാരത്തിൽ തങ്ങൾ എത്രത്തോളം ലയിച്ചിരിക്കുന്നുവെന്നാൽ അടുത്തു നിന്ന് ചണ്ട കൊട്ടിയാൽ പോലും തങ്ങൾ അറിയാറില്ല എന്ന് വീമ്പിളക്കുന്നതിലാണ് അവർ അഭിമാനം കൊള്ളുന്നത്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം നാട്യങ്ങളിൽ നിന്നെല്ലാം മുക്തനായിരുന്നു. അവിടുത്തെ മഹത്വം അള്ളാഹു നൽകിയതായിരുന്നു, അല്ലാതെ മനുഷ്യർ നൽകിയ ബഹുമതികളായിരുന്നില്ല അത്. അവിടുത്തേക്ക് മനുഷ്യരിൽ നിന്ന് ഒന്നും നേടാനുണ്ടായിരുന്നില്ല. അള്ളാഹുവിൽ നിന്നുള്ള ആദരവാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. അതിനാൽ അവിടുന്ന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മുക്തനായിരുന്നു. മനുഷ്യർ നൽകുന്ന ആദരവാണ് വലുതെന്ന് കരുതുന്നവർക്ക് മാത്രമേ ഇത്തരത്തിൽ അഭിനയിക്കാൻ കഴിയൂ. ആദരവ് നൽകുന്നത് മനുഷ്യനാണെന്ന് വിചാരിക്കുന്നവർക്ക് ഇത്തരത്തിൽ കാണിച്ചു കൂട്ടാനാവുകയുള്ളൂ. എന്നാൽ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ആദരവ് നൽകുന്നവനെന്ന് വിശ്വസിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന മാതൃക പിന്തുടരുന്നവർ ഒരിക്കലും ഇത്തരം ചിന്തകൾ വെച്ച് പുലർത്തുകയില്ല. അവരിൽ ലാളിത്യമാണ് ഉണ്ടാവുക. ലാളിത്യം തന്നെയാണ് ഉണ്ടാവേണ്ടതും. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കാറുണ്ടായിരുന്നോ? ഒരു വശത്ത്
ആരാധനയുടെ ഉന്നത നിലവാരങ്ങൾ കൈവരിക്കേണ്ടതുണ്ട്. എന്നാൽ മറുവശത്ത് എവിടെയാണോ ലളിതമായ രീതി ആവശ്യമുള്ളത് അവിടെ അത് അവലംബിക്കുകയും വേണം. അസർ നമസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. എല്ലാ വശങ്ങളും അവിടുന്ന് പരിഗണിക്കാറുണ്ടായിരുന്നു. എന്നാൽ എല്ലാറ്റിനും പിന്നിലെ യാഥാർത്ഥ്യം അള്ളാഹുവിനുള്ള ആരാധനയും അവൻ്റെ പ്രീതിയും മാത്രമായിരുന്നു. എന്തായാലും ആ ചോദ്യത്തിന് അനസ് റളിയല്ലാഹു മറുപടി നൽകി, അതെ, അവിടുന്ന് ചെരുപ്പ് ധരിച്ച് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ നിന്ന് അവിടുന്ന് അനാവശ്യമായ ബാഹ്യപ്രകടനങ്ങളിൽ നിന്ന് എത്രത്തോളം അകന്നു നിന്നിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. സത്യവിശ്വാസത്തെക്കുറിച്ചും യഥാർത്ഥ അനുഷ്ഠാന മുറകളെക്കുറിച്ചും അറിവില്ലാത്ത മുസൽമാൻ ആരെങ്കിലും ചെരുപ്പ് ധരിച്ച് നമസ്കരിക്കുന്നത് കണ്ടാൽ വലിയ ബഹളമുണ്ടാക്കിയേക്കാം. തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ നിബന്ധനകളും പൂർത്തിയാക്കാതെ മറ്റൊരാൾ നമസ്കരിക്കുന്നത് കാണാൻ പോലും അവർക്ക് കഴിയില്ല. എന്നാൽ നമുക്ക് ഉത്തമ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. സാഹചര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ കാണുക എന്നതായിരുന്നു അവിടുത്തെ രീതി. അല്ലാതെ അനാവശ്യമായ ചിട്ടവട്ടങ്ങളിൽ അവിടുന്ന് കുടുങ്ങിക്കിടന്നിരുന്നില്ല. ഇന്നും അവസ്ഥ ഇതിന് സമാനമാണ്. നമ്മുടെ ഒരു അഹമ്മദി എനിക്ക് എഴുതുകയുണ്ടായി. മറ്റൊരാൾ അയാളോട് പറഞ്ഞു, നീ കലിമ ചൊല്ലിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കാറു പോലുമില്ല, നമസ്കാരം അറിയുകയുമില്ല, നീ ഖുർആൻ പഠിച്ചിട്ടുമില്ല, നിനക്കിതിലൊക്കെ എന്താണ് കാര്യം? അയാൾ തുടർന്നു, നമസ്കാരം അറിഞ്ഞാലും ഇല്ലെങ്കിലും നീ ഒരു മിർസായി അഥവാ കാദ്യാനി ആയതുകൊണ്ട് നീ നമസ്കരിക്കാൻ പാടില്ല, നിനക്കത് അറിയുകയും വേണ്ട. ഇതാണ് ഇന്നത്തെ കാലത്തെ ആളുകളുടെ അവസ്ഥ. നമ്മുടെ എതിരാളികൾക്ക് സ്വന്തമായി പ്രവൃത്തികളൊന്നുമില്ല, എങ്കിലും അവർ മറ്റുള്ളവരെ തടയുന്നു. എന്തായാലും അള്ളാഹുവിനെ ആരാധിക്കാൻ ശുദ്ധിയും പവിത്രതയും നിബന്ധനയാണ്. ഇത് ഖുർആനിലൂടെയും ഹദീസുകളുടെയും തെളിയിക്കപ്പെട്ട കാര്യമാണ്. അശുദ്ധി പുരളാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഉപയോഗിക്കാത്തതും ശുദ്ധവുമായ ചെരുപ്പുകൾ ധരിച്ച് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമസ്കരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്രകാരം പ്രവർത്തിച്ചു കാണിച്ചതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉമ്മത്തിന് വലിയൊരു അനുഗ്രഹമാണ് നൽകിയത്. ഭാവിയിൽ വരാനിരിക്കുന്ന അനാവശ്യമായ കാർക്കശ്യങ്ങളിൽ നിന്നും നാട്യങ്ങളിൽ നിന്നും അവിടുന്ന് അവരെ രക്ഷിച്ചു. ഇന്നിത്തരം കാര്യങ്ങളിൽ തർക്കിക്കുന്നവരും ബാഹ്യപ്രകടനങ്ങളിൽ മുഴുകുന്നവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ മാതൃകയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വത്തിനോ തെക്കുവയ്ക്കോ കോട്ടം തട്ടാത്ത ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതുകൊണ്ട് ഒരു മനുഷ്യന്റെ പവിത്രതയ്ക്ക് ഇടിവ് സംഭവിക്കുകയില്ല. നമസ്കാരം നിലനിർത്തുക എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇതിൽ സ്വയം നമസ്കരിക്കുക, മറ്റുള്ളവരെ കൊണ്ട് നമസ്കരിപ്പിക്കുക, ആത്മാർത്ഥതയോടും ആവേശത്തോടും കൂടി വുദൂ ചെയ്ത് സാവധാനം ജമാഅത്തായി എല്ലാ നിബന്ധനകളും പാലിച്ച് നമസ്കരിക്കുക എന്നത് ഉൾപ്പെടുന്നു. നമസ്കാരം അള്ളാഹുവും ദാസനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ മാർഗമാണെന്ന് ഹദീസുകളിൽ കാണാം. ഇതിലൂടെ പ്രവാചകനിലൂടെ അള്ളാഹു ദാസനിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആ ദൈവിക നിറം വിശ്വാസികളിൽ പതിയുകയും അവർ അള്ളാഹുവിൻ്റെ നിറത്തിൽ വർണ്ണാഭമാവുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജമാഅത്തായുള്ള നമസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നുവെന്നാൽ ഒരിക്കൽ അന്ധനായ ഒരു സഹാബി അവിടുത്തെ സന്നിധിയിൽ വന്ന് ഇപ്രകാരം അപേക്ഷിച്ചു, യാ റസൂലുള്ളാഹ്, എൻ്റെ വീട് പള്ളിയിൽ നിന്ന് വളരെ അകലെയാണ്. പള്ളിയിലെത്താൻ എനിക്ക് വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് മഴയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ നമസ്കരിക്കാൻ അങ്ങ് അനുവാദം നൽകിയാലോ? മദീനയിൽ അക്കാലത്ത് മൺവീടുകളായിരുന്നു. മഴ പെയ്യുമ്പോൾ തെരുവുകളിൽ വെള്ളം കെട്ടിക്കിടക്കും. വീടുകളുടെ മതിലുകൾ ചാരി നടക്കേണ്ടി വന്നിരുന്നു. മതിലുകൾ നനയാതിരിക്കാൻ അവയുടെ വശങ്ങളിൽ കല്ലുകൾ പാകുന്ന പതിവുണ്ടായിരുന്നു. ആ അന്ധനായ സ്വഹാബി പറഞ്ഞു, വെള്ളം കാരണം എനിക്ക് റോഡിലൂടെ നടക്കാൻ കഴിയില്ല. വശങ്ങളിലൂടെ നടന്നാൽ കാഴ്ചയില്ലാത്തതുകൊണ്ട് ആ കല്ലുകൾ തട്ടി മുറിവേൽക്കാനും വീഴാനും സാധ്യതയുണ്ട്. അതിനാൽ ഞാൻ വീട്ടിൽ നമസ്കരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ശരി, നിനക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ തന്നെ നമസ്കരിക്കൂ, അതിൽ തെറ്റില്ല. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് അല്പം പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് സഹാബാക്കളോട് പറഞ്ഞു, അദ്ദേഹത്തെ ഒന്ന് തിരികെ വിളിക്കൂ. അദ്ദേഹം മടങ്ങി വന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു, നിന്റെ വീട്ടിൽ ബാങ്ക് വിളി കേൾക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ യാ റസൂലുള്ളാഹ്, ബാങ്ക് ശബ്ദം എത്താറുണ്ട്. അപ്പോൾ അവിടുന്ന് അരുളി, എങ്കിൽ ബാങ്ക് ശബ്ദം നിന്റെ വീട്ടിൽ എത്തുന്നിടത്തോളം കാലം പള്ളിയിലേക്ക് വരുമ്പോൾ നീ കാലിടറി വീണാലും നിനക്ക് മുറിവേറ്റാലും നീ പള്ളിയിൽ തന്നെ വരണം. ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളുന്നു, ഞാൻ വീണ്ടും പറയുന്നു, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ വൃക്ഷങ്ങൾ അവനിൽ, അതായത് വിശ്വാസിയിൽ മുളപൊട്ടി വളർന്നു വികസിക്കുകയും അതിൽ കുലുഹാ ദായിം എന്ന വചനത്തെ സാക്ഷാത്കരിക്കുമാറ് മധുരവും പവിത്രവുമായ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഓർക്കുക, സൂഫികളുടെ ആത്മീയ യാത്ര അവസാനിക്കുന്ന സ്ഥാനമാണിത്.
ആത്മീയ പന്ഥാവിലൂടെ സഞ്ചരിക്കുന്നവൻ ഈ പദവിയിലെത്തിച്ചേരുമ്പോൾ സർവത്ര ദിവ്യ തേജസ് ദർശിക്കുമാറാകുന്നു. അവിടുന്ന് അരുളുന്നു, ആരാധനയുടെ അവസ്ഥ ശരിയായ രീതിയിലാകുന്നതിനെയാണ് യഥാർത്ഥ ആരാധന എന്ന് വിളിക്കുന്നത്. അള്ളാഹുവിനെ ഓരോ നിമിഷവും സ്മരിക്കുകയും അവനെ ആരാധിക്കുമ്പോൾ അള്ളാഹു തൻ്റെ കൺമുന്നിലുണ്ടെന്ന ബോധം നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് യഥാർത്ഥ ആരാധന. അവിടുന്ന് അരുളി, ഇന്നനീലക്കും മിൻഹു നദീറും വബഷീർ, തീർച്ചയായും ഞാൻ അള്ളാഹുങ്കിൽ നിന്നുള്ള മുന്നറിയിപ്പുകാരനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുന്നു, അള്ളാഹുവിന് മാത്രമായി പൂർണ്ണമായും നിസ്വാർത്ഥമായും ആരാധന സമർപ്പിക്കുക എന്നത് അത്യന്തം മഹത്തായ ഒരു കൃത്യമാണ്. ഒരു ഉത്തമ മാതൃകയുടെയോ പൂർണ്ണമായ മാതൃകയുടെയോ സഹായമില്ലാതെ മനുഷ്യനിത് നിർവഹിക്കാൻ കഴിയില്ല. ഒരു അധ്യാത്മ പ്രഭാവത്തിൻ്റെ പൂർണ്ണമായ സ്വാധീനമില്ലാതെ ഇത് സാധ്യമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രകാരം അരുളിയത്, ഞാൻ ദൈവത്തിങ്കിൽ നിന്നുള്ള മുന്നറിയിപ്പുകാരനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നെ അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്താൽ ഞാൻ സുവാർത്ത നൽകുന്നവനാകയാൽ നിങ്ങൾക്ക് വലിയ ശുഭവാർത്തകളുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ നിരസിക്കുകയാണെങ്കിൽ ഓർക്കുക, ഞാനൊരു മുന്നറിയിപ്പുകാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ശിക്ഷകളെയും ദുഃഖങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നാം അതീവ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉത്തമ മാതൃക പിന്തുടരുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നാം അവിടുത്തെ വിശ്വസിച്ചപ്പോൾ അവിടുന്ന് സന്തോഷവാർത്ത അറിയിക്കുന്നവൻ കൂടിയാണെന്ന് നാം വിശ്വസിച്ചിരിക്കുന്നു. എന്നാൽ ആ സന്തോഷവാർത്തകൾ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നാം നമ്മുടെ ആരാധനകളുടെ കടമകൾ പൂർണ്ണമായും നിറവേറ്റുകയും അവിടുത്തെ മാതൃക പിന്തുടരാൻ ആവശ്യമായ ആത്മീയ നിലവാരം കൈവരിക്കാൻ പരിശ്രമിക്കുകയും വേണം. ഓർക്കുക, ഈ പരിശ്രമത്തിന് ത്യാഗങ്ങൾ ആവശ്യമാണ്, അത്യധ്വാനം തന്നെ ആവശ്യമാണ്. ഞങ്ങൾ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മനസ്സിൻ്റെ വഞ്ചനയാണ്. പരിശ്രമം ആത്മാർത്ഥമാണെങ്കിൽ അതോടൊപ്പം വലിയൊരു ആകുലതയും ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരിശ്രമങ്ങൾ യഥാർത്ഥമാണോ അല്ലയോ എന്ന് നാം ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധന എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കൂ. വന്യമൃഗങ്ങളുടെയും പാമ്പുകളുടെയും ചീറ്റപ്പുലികളുടെയും ഭീഷണി ഉണ്ടായിരുന്ന ഹിറാ ഗുഹയിൽ പോലും അവിടുന്ന് ആരാധനയ്ക്കായി പോകുമായിരുന്നു. അവിടുന്ന് പ്രാർത്ഥനകളിൽ മുഴുകാറുണ്ടായിരുന്നു എന്ന് മുമ്പ് വിവരിക്കപ്പെട്ടതാണല്ലോ. ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അവിടുന്ന് അരുളുകയുണ്ടായി, ആകർഷണം ഒരു ഭാഗത്ത് വളരെയധികം വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് ഭയം ഹൃദയത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുക എന്നത് ഒരു പ്രകൃതി നിയമമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആകർഷണം വർദ്ധിക്കുകയും അവൻ്റെ ആരാധനയിലേക്ക് ശ്രദ്ധ തിരിയുകയും ചെയ്താൽ ലൗകികമായ മറ്റ് ഭയങ്ങൾ ഇല്ലാതായിത്തീരുന്നു. അവിടുന്ന് ഒരു ഉദാഹരണം നൽകി, പ്രകൃത്യാ വളരെ ഭീരുക്കളായ ചില സ്ത്രീകൾ പോലും സ്വന്തം കുഞ്ഞ് രോഗബാധിതനാകുമ്പോൾ രാത്രിയുടെ അന്ധകാരങ്ങളിൽ ആവശ്യാനുസരണം അങ്ങേയറ്റം ഭയാനകമായ ഇടങ്ങളിലേക്ക് പോലും പോകുന്നത് കാണാം. പകൽ വെളിച്ചത്തിൽ പോലും പോകാൻ അവർ ഭയപ്പെടുന്ന ഇടങ്ങളാണവ. അവിടുന്ന് വിവരിക്കുന്നു, ദൈവിക ഭയവും സ്നേഹവും ഒരുവനിൽ ആധിപത്യം പുലർത്തുമ്പോൾ മറ്റ് സകല ഭയങ്ങളും സ്നേഹബന്ധങ്ങളും ഇല്ലാതായിത്തീരുന്നു. ഇത്തരമൊരു പ്രാർത്ഥനയ്ക്ക് ഏകാന്തത അനിവാര്യമാണ്. അള്ളാഹുമായുള്ള പൂർണ്ണമായ ബന്ധത്തിലൂടെ മാത്രമേ ആധ്യാത്മിക പ്രകാശങ്ങൾ വെളിപ്പെടുകയുള്ളൂ. ഓരോ ബന്ധവും ഒരുതരം മറ ആവശ്യപ്പെടുന്നു. അതായത് ആ ബന്ധം അത്രമേൽ നിഗൂഢമായിരിക്കുമ്പോഴാണ് അതിൻ്റെ ഫലങ്ങൾ ദൃശ്യമാകുന്നത്. അവിടുന്ന് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, ആരാധന അള്ളാഹുവിനു വേണ്ടിയായിരിക്കണം, ലോകത്തെ കാണിക്കാനാവരുത്. അനുസരണത്തിലും ആരാധനയിലും സേവനത്തിലും നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുന്നുവെങ്കിൽ അള്ളാഹു അതൊരിക്കലും പാഴാക്കുകയില്ല. ഇസ്ലാമിൽ ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. ജനങ്ങൾ അവരുടെ മുഖത്തെ പ്രകാശം കണ്ടു മാത്രമാണ് അവരെ തിരിച്ചറിഞ്ഞത്. വഞ്ചകരെ പോലെ കാവ്യ വസ്ത്രങ്ങളോ നീളൻ കുപ്പായങ്ങളോ സവിശേഷമായ അടയാളങ്ങളുള്ള വസ്ത്രങ്ങളോ ധരിച്ച് സ്വയം വേറിട്ട് നിൽക്കേണ്ട ആവശ്യം അവർക്കില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ സച്ചരിതരായ ദാസന്മാരാരും അത്തരം യൂണിഫോമുകൾ ധരിച്ചിട്ടില്ല. നീളൻ കുപ്പായങ്ങൾ ധരിച്ച് താൻ വലിയൊരു ഫക്കീറോ സൂഫിയോ പുണ്യവാളനോ ആണെന്ന് സ്വയം കരുതേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ജനങ്ങൾക്കിടയിൽ വേറിട്ട് നിൽക്കാൻ പ്രത്യേകമായ വസ്ത്രധാരണ രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകനാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിന് അസ്തദാനം നൽകുകയും ആദരിക്കുകയും ചെയ്തു. ഒടുവിൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശറി കൊണ്ട് വീശിക്കൊടുക്കാൻ തുടങ്ങി. വാക്കുകൾ കൊണ്ടല്ല.
മറിച്ച് തൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം കാണിച്ചു കൊടുത്തു, ഇതാണ് പ്രവാചകൻ, ഇത് ഞാൻ വെറും ഒരു സേവകൻ മാത്രമാണ് എന്ന്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ പ്രത്യേക രൂപഭാവങ്ങൾ സ്വീകരിക്കുകയോ മാലകൾ തൂക്കി നടക്കുകയോ ചെയ്യേണ്ട ആവശ്യമെന്താണ്? അതായത് ചിലർ കഴുത്തിൽ മാലകളും കയ്യിൽ നീളൻ തസ്ബീഹുകളും തൂക്കി നടക്കാറുണ്ട്. അത്തരം ആളുകൾ ദുനിയാവിൻ്റെ ശുനകന്മാരാണ്. അവർ ദുനിയാവിനെ ആഗ്രഹിക്കുന്നവരാണ്, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവരല്ല. അള്ളാഹുവിനെ അന്വേഷിക്കുന്നവർക്ക് വസ്ത്രധാരണത്തിലും യൂണിഫോമിലും പ്രത്യേക ശ്രദ്ധ ചെലുത്താൻ എവിടെയാണ് സമയം? അവർ ജനക്കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അള്ളാഹു തൻ്റെ യുക്തിജ്ഞാനം അനുസരിച്ച് ചിലരെ പുറത്തു കൊണ്ടുവരുന്നു. തൻ്റെ ദൈവത്വത്തിന് തെളിവ് നൽകാനാണത്. ജനങ്ങളെക്കൊണ്ട് തന്നെ പ്രവാചകനെന്ന് വിളിപ്പിക്കാനോ തന്നെ അനുസരിപ്പിക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഖബറിനേക്കാൾ ഇടുങ്ങിയ ഹിറാ ഗുഹയിൽ പോയി അവിടുന്ന് ആരാധനകളിൽ മുഴുകിയിരുന്നത്. അവിടെ നിന്ന് പുറത്തു വരണമെന്ന ആഗ്രഹം പോലും അവിടത്തേക്കുണ്ടായിരുന്നില്ല. ഒടുവിൽ അള്ളാഹു തൻ്റെ യുക്തിജ്ഞാനം അനുസരിച്ച് തിരുമേനിയെ പുറത്തു കൊണ്ടുവരികയും തിരുമേനിയിലൂടെ ലോകത്ത് തൻ്റെ പ്രകാശം വെളിപ്പെടുത്തുകയും ചെയ്തു. ആ പ്രകാശത്തിൽ നിന്ന് പ്രയോജനം നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ആരാധനയുടെ കടമകൾ പൂർണ്ണമായി നിറവേറ്റാനും തിരുമേനിയുടെ ഉദാത്ത മാതൃക സ്വീകരിക്കാനും അവിടുത്തെ ഉത്തമ മാതൃകയിൽ യഥാർത്ഥ രീതിയിൽ ചലിക്കാൻ പരിശ്രമിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.